കോമൺ ആയിട്ടുള്ള ഡൗട്ട്, മഴയുള്ള സമയത്ത് തൈര് കൊടുക്കാൻ പറ്റുമോ? തൈര് കൊടുത്താൽ തണുപ്പല്ലേ? റാഗി കൊടുക്കാൻ പറ്റുമോ? തൈരും റാഗിയും കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ മിതമായ അളവിലാണ് കൊടുക്കുന്നുള്ളൂ. റാഗി കുറുക്കാണെങ്കിലും 1-2 സ്പൂണൊക്കെയാണ് കുറുക്കി കൊടുക്കുന്നുള്ളൂ. അത് കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊരു കഫക്കെട്ടും വരത്തില്ല. റാഗി റിച്ച് ഇൻ അയൺ ആൻഡ് കാൽഷ്യമാണ്, ധൈര്യമായിട്ട് കൊടുക്കാം. തൈരും തണുക്കാത്ത അധികം പുളിക്കാത്ത തൈര് കൊടുത്താൽ മതിയാകും. പിന്നെ കൊച്ചു ഒരുപാട് തൈരും റാഗിയൊന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് അനാവശ്യമായിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിദ്യാധാരണയാണ് പകുതി. മുലയൂട്ടുന്ന അമ്മമാർക്ക് ബേസിക് മെഡിക്കേഷൻസ് കഴിക്കാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി നോർമൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ്. ചില ക്യാൻസർ, കീമോതെറാപ്യൂട്ടിക്, ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് മാത്രമാണ് ചിലത് റെസ്ട്രിക്ഷൻസ് പറയാറുള്ളൂ. ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ബേസിക് മെഡിക്കേഷൻസ് ആയ ആന്റിബയോട്ടിക്സും പാരസെറ്റമോളും ഒക്കെ ഡോക്ടർ കൃത്യമായിട്ട് നോക്കിയിട്ടായിരിക്കും പറഞ്ഞു തരുന്നത്. പാരസെറ്റമോളിന് യാതൊരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ല. ജലദോഷത്തിന് കഴിക്കുന്ന മരുന്നിനും യാതൊരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ല. പിന്നെ വാക്സിനേഷൻ കൃത്യമായ ഡേറ്റിൽ തന്നെ എടുക്കണം. 45-ാം ദിവസം അല്ലെങ്കിൽ 6 ആഴ്ച ആ എക്സാക്ട് ഡേറ്റിൽ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വാക്സിനേഷൻ കൃത്യമായിട്ട് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ വീടിനടുത്തുള്ള PHCയിൽ വരുന്ന ഡേറ്റിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പോയി എടുക്കുക.